എനിക്ക് പറ്റിയ തെറ്റ് നിങ്ങൾക്ക് ആർക്കും പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ പറയുന്നത് കേട്ടോ. ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ രാവിലെ തന്നെ ഹോസ്പിറ്റലിലായിരുന്നു. എന്താണെന്നറിയോ, ഇപ്പോൾ തണുപ്പ് സീസണായ കാരണം നമുക്ക് ആർക്കും ദാഹം കുറച്ച് കുറവാകും, അപ്പോൾ വെള്ളം കൂടി കുറവാകും. അങ്ങനെ യൂറിൻ ഇൻഫെക്ഷനായി ആകെ പെട്ട്. ക്രിസ്മസ് ആയത് കാരണം തന്നെ ഹോസ്പിറ്റലൊക്കെ നല്ല അലങ്കരിച്ചിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് അപ്പം എനിക്ക് പറയാനുള്ളത് എല്ലാവരോടും മസ്റ്റായിട്ട് നല്ലോണം വെള്ളം കുടിക്കുക. അതേ ഇതിനൊരു പരിഹാരമുള്ളൂ. നല്ല കുടിക്കുക, ഇടയ്ക്കിടയ്ക്ക് എടുത്തിട്ട് വെള്ളം കുടിക്കുക. അങ്ങനെ ചപ്പാത്തിയൊക്കെ ചുടാൻ നിൽക്കുക കേട്ടോ. ചപ്പാത്തി ഞാൻ പോകുമ്പോൾ മാവ് കുഴച്ച് വെച്ചിന്ന് വന്നതിൻ്റെ ശേഷം മാവ് പരത്തി ചുട്ട്. പിന്നെ നല്ല മീൻ കിട്ടിയിരുന്നു. അങ്ങനെ മീൻ കറിയൊക്കെ ഉണ്ടാക്കാൻ നിൽക്കുകയാണ്. ആദ്യം തന്നെ ഉലുവൊക്കെ ഇട്ട് പൊട്ടിച്ച് പിന്നെ അതിലേക്കുള്ള ഇൻഗ്രീഡിയൻസൊക്കെ ഇടാൻ ഉള്ളിയും പച്ചമുളകും മിക്സാക്കിയിട്ട് ഒന്ന് വഴറ്റി, അതിനുശേഷം പിന്നെ തക്കാളി ഇട്ട് വഴറ്റി, പിന്നെ ഉപ്പ്, പിന്നെ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി കൂടുതൽ ഇട്ടിരിക്കണം കേട്ടോ. എന്തിനാണെന്നറിയോ, അത് കുടുതയാണ് മീൻ, അപ്പോൾ കുടുതായ കാരണം ഒരു മല്ലിച്ചോയ ഇട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ തന്നെ പുളിയൊക്കെ പിഴിഞ്ഞ് ഒഴിച്ചിട്ട് കറി സെറ്റായി. പിന്നെ അതവിടെ തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ മീൻ കറിക്കുള്ളതും പൊരിക്കാനുള്ളതും മാറ്റി വെച്ച്, അതിൻ്റെ ശേഷം കറി തിളച്ച് വന്നപ്പോൾ കുടുത മീനൊക്കെ ഇട്ട് പിന്നെ പൊരിക്കാൻ വേണ്ടിങ്ങാണ്ട് മാറ്റി വെച്ചെന്ന് പറഞ്ഞില്ല. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റും പിന്നെ അതേപോലെ തന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പൊക്കെ കുട്ടി കുഴച്ച് വെച്ച്. അപ്പോൾ നോക്കുമ്പോഴാണ് നമ്മൾ തക്കാളി കൊട്ട ആകെ രണ്ട് തക്കാളി കേട് വന്നിരിക്കണം. അപ്പോൾ തക്കാളി കൊട്ട ആകെ വെള്ളം പിരിഞ്ഞ് വന്നിരിക്കണം. പിന്നെ കാണുന്നത് അരി കേട്ടോ, എൻ്റെ മകൻ്റെ പണിയാണ്. അങ്ങനെ ആ തക്കാളിക്കൊട്ടൊക്കെ വൃത്തിയാക്കി ഒക്കെ തുടച്ച് വൃത്തിയാക്കി പാത്രം കഴുകി വെച്ച്. അപ്പോൾ പിന്നെ എൻ്റെ അടുക്കള ആകെ അലങ്കോലമായിക്കണ്. ഒരുപാട് പാത്രം കഴുകാനുണ്ട്, അതിലുപരി ഒരു കൊട്ട തിരുമ്പാനുണ്ട്. അങ്ങനെ തിരുമ്പാനൊക്കെ നിന്ന് അതൊക്കെ കഴിഞ്ഞ് വന്നതിൻ്റെ ശേഷമാണ് ഞാൻ മീൻ പൊരിക്കാൻ വെച്ചത്. നല്ല ടേസ്റ്റുള്ള മീൻ കേട്ടോ, മീൻ പൊരിക്കാൻ വെച്ചത്. തുടക്കലും തിരുമ്പലും പണികളൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ മീൻ പൊരിക്കാൻ നിന്നത്. അത് എളുപ്പമുള്ള പണിയുള്ള ഗ്യാസ് കൊണ്ട് പൊരിക്കില്ലേ.